പശ്ചിമേഷ്യൻ യുദ്ധവുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റിലേക്കാണ്. ആദ്യം അമേരിക്കൻ നിർദ്ദേശത്തിൽ വിലയിരുത്തൽ തുടരുന്നതായും തീരുമാനമായാലുടൻ പാകിസ്ഥാന് കൈമാറുമെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയം. അമേരിക്കയും ഇറാനും കരാറിലേക്ക് അടുക്കുന്നത് സമാധാന സാധ്യതകൾ വർദ്ധിപ്പിച്ചതായി പാകിസ്ഥാൻ. സംഭാഷണവും നയതന്ത്രവും തന്നെയാണ് രാജ്യം ലക്ഷ്യം വെക്കുന്നതെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി പറഞ്ഞു. അതേസമയം കരാറിൽ നിന്ന് പിന്മാറിയാൽ ഇറാനെ കാത്തിരിക്കുന്നത് വലിയ അപകടമാകുമെന്ന് ട്രംപിന്റെ ഭീഷണി. വീണ്ടും ഇറാൻ അനുകൂല നിലപാട് സ്വീകരിച്ച ഇറാഖ് എണ്ണ സഹമന്ത്രിക്കെതിരെ ഉപരോധം പ്രഖ്യാപിച്ചും UN രക്ഷാസമിതിയിൽ ഹോർമുസ് തുറക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ചും അമേരിക്ക. അതിനിടെ ഗസയിലും ലെബനനിലും ആക്രമണം വ്യാപിപ്പിക്കുകയാണ് ഇസ്രായേൽ. ഹമാസ് നേതാവ് ഖലീൽ അൽ ഹയ്യയുടെ മകനെ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊലപ്പെടുത്തി. MCA നാസർ വിശദാംശങ്ങൾ നൽകും. MCA, പ്രതീക്ഷയും പ്രത്യാശയും ബാക്കിയാക്കുന്ന മണിക്കൂറുകളാണ്. ഇന്നലെ അമേരിക്ക മുന്നോട്ട് വെച്ച പുതിയ സമാധാന ഉടമ്പടിയിൽ അല്ലെങ്കിൽ പുതിയ നിർദ്ദേശങ്ങളിൽ ഇറാൻ ചർച്ചകൾ തുടരുകയാണ്. അപ്പോൾ ഏറെക്കുറെ പുറത്തു വരുന്ന സൂചനകളനുസരിച്ച് പുതിയ നിർദ്ദേശങ്ങളോട് ഒരു സമ്മതം മൂളുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ എപ്പോഴത്തേക്ക് ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു കരാറിലെത്തിച്ചേരാൻ സാധ്യതയുണ്ട്? സൈഫുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ പ്രതീക്ഷകളാണ് രൂപപ്പെട്ടിരിക്കുന്നത്. കാരണം പിന്നിട്ട 2 ദിവസങ്ങളായി ഇറാൻ നേതൃത്വം വളരെ വിശദമായി തന്നെ അമേരിക്ക മുന്നോട്ട് വെച്ച 14 പോയിന്റുകൾ ചർച്ച ചെയ്തു വരികയാണ്. വെടിനിർത്തൽ, അതോടൊപ്പം തന്നെ മേഖലയിലെ കെട്ടുറപ്പും സമാധാനവും, ഈ 2 വിഷയങ്ങളിൽ തങ്ങളുടേതായിട്ടുള്ള വിലയിരുത്തലും തീരുമാനവും ആയതായിട്ടാണ് അല്പം മുമ്പ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇനി സങ്കീർണമായിട്ടുള്ള ആണവ പദ്ധതി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലാണ് ഈ ഇറാൻ ഒരു സമവായത്തിലൂടെ ഒരു തീർപ്പിലെത്തേണ്ടത്. അക്കാര്യം ഒരുപക്ഷെ അടുത്ത ഒരു 24 മണിക്കൂറിനുള്ളിലെങ്കിലും ഇറാൻ ഒരു പര്യാലോചനകൾ നടത്തി ഒരു തീരുമാനം കൈക്കൊള്ളും. ആ തീരുമാനം മധ്യസ്ഥ രാജ്യമായിട്ടുള്ള പാകിസ്ഥാൻ മുഖേന അമേരിക്കയെ അറിയിക്കും. തുടർന്ന് അമേരിക്കയുടെ നിലപാട് അത് സ്വീകാര്യമായിട്ടുള്ള ഒരു ഫോർമുലയാണെങ്കിൽ ഒരു കരാറിലേക്ക് വരും. അതല്ല അമേരിക്ക മുന്നോട്ട് വെച്ച ഈ 14 പോയിന്റുകൾക്ക് സ്വീകാര്യമല്ലാത്തൊരവസ്ഥ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നേരത്തെ ട്രംപ് മുന്നറിയിപ്പ് നൽകിയതുപോലെ കുറെ കൂടി സൈനികമായിട്ടുള്ള നടപടികളിലേക്ക് അമേരിക്ക നീങ്ങും. പക്ഷെ അത്തരമൊരു സാഹചര്യം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് മധ്യസ്ഥ രാജ്യമായിട്ടുള്ള പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം അത്രയും ശുഭകരമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്. ഇന്നിപ്പം പാക് വിദേശകാര്യമന്ത്രിയും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചിയുമായിട്ട് ടെലിഫോണിൽ വിശദമായി സംസാരിച്ചിരുന്നു. ചില കാര്യങ്ങളിൽ കൂടി ഇറാന് വ്യക്തത വേണമായിരുന്നു. അത് പാകിസ്ഥാൻ അമേരിക്കയുമായി ചർച്ച നടത്തി അക്കാര്യം ഇറാനെ അറിയിച്ചു എന്നാണ് ഏറ്റവും അവസാനം ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. ഇനി ഇറാന്റെ ഒരു തീരുമാനം, ഈ 14 പോയിന്റുകൾ ഏതൊക്കെ ആയിരിക്കും ഇറാൻ സ്വീകരിക്കുക, ഏതൊക്കെ തള്ളും എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലായിരിക്കും ഇനി തീർപ്പ് ഉണ്ടാകേണ്ടത്. നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ യുദ്ധവിരാമത്തിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം തന്നെയാണ് രൂപപ്പെട്ടിരിക്കുന്നത്. മേഖലയിലെ ഖത്തർ ഉൾപ്പെടെ, സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളും തങ്ങളുടെ പൂർണ്ണ പിന്തുണ പാകിസ്ഥാന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇന്ന് മുന്നോട്ട് വെച്ച ഒരൊറ്റ നിർദ്ദേശം, കരാർ ഒപ്പിടുകയാണെങ്കിൽ അത് ഇസ്ലാമാബാദിൽ തന്നെ വേണം എന്നൊരു നിർദ്ദേശമാണ് ഇറാനും അമേരിക്കയ്ക്കും മുമ്പാകെ സമർപ്പിച്ചിരിക്കുന്നത്. ജനീവ ഉൾപ്പെടെയുള്ള നഗരങ്ങളിലേക്ക് ഈ ചർച്ച മാറ്റണം എന്നൊരു നിർദ്ദേശം ഉയർന്നിരുന്നു. അത്തരമൊരു പശ്ചാത്തലത്തിലാണ് ഇസ്ലാമാബാദിൽ തന്നെ ഈ ഒരു കരാർ ഒപ്പുവെക്കണം. ഇതിനകത്ത് ഇപ്പോൾ ഇറാന് കൺസേൺ ഉണ്ടാവാൻ പോകുന്ന 2 നിർദ്ദേശങ്ങളിൽ യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തണം, സമ്പുഷ്ടീകരിച്ച യുറേനിയം കൈമാറണം എന്നതടക്കമുള്ള 2 പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളാണ്. ഇക്കാര്യത്തിൽ എന്തായിരിക്കും ഇറാന്റെ ഒരു സ്റ്റാൻഡും ഇറാന്റെ മറുപടിയും? സൈഫുദ്ദീൻ, ഇതിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി നിലനിൽക്കുന്ന പ്രാഥമികമായിട്ടുള്ള ഒരു നടപടി വേണ്ടത് ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട ആ പ്രതിസന്ധിക്ക് പരിഹാരം കാണുക എന്നതാണ്. അതുകൊണ്ട് അമേരിക്കയും ഇറാനും ഏറെക്കുറെ അക്കാര്യത്തിൽ ഒരു ധാരണയിലേക്ക് എത്തി എന്നാണ് പാകിസ്ഥാൻ മാധ്യമങ്ങളും മറ്റും ഉദ്യോഗസ്ഥർ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. എത്രയും പെട്ടെന്ന് നാവിക ഉപരോധം പിൻവലിക്കുക, തുടർന്ന് ഹോർമുസ് കടലിടുക്കിലൂടെ യാതൊരു നിയന്ത്രണവുമില്ലാത്ത ചരക്ക് കപ്പലുകൾക്ക് കടന്നു പോകാനുള്ള സൗകര്യമൊരുക്കുക. ഈ ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു ചർച്ച എത്തി നിൽക്കുന്നത് ആ ഒരു പോയിന്റിലാണ്. അത് വരികയും ഒരു മാസത്തിനുള്ളിൽ ആണവ വിഷയം ഉൾപ്പെടെയുള്ള മറ്റു കാര്യങ്ങളിൽ തീർപ്പിലേക്ക് പിന്നീട് പോകാമെന്നൊരു നിർദ്ദേശമാണ് അമേരിക്ക സമർപ്പിച്ചതായി പറയുന്ന നിർദ്ദേശത്തിലുള്ളത്. പക്ഷെ ഔദ്യോഗികമായിട്ട് എന്തൊക്കെയാണ് ഈ 14 പോയിന്റുകൾ എന്ന കാര്യത്തിൽ പാകിസ്ഥാനോ അല്ലെങ്കിൽ അമേരിക്കയോ ഇറാനോ ഒരു കാര്യവും ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. മാധ്യമ റിപ്പോർട്ടുകൾ മാത്രമാണ് നമ്മളും ആശ്രയിക്കുന്നത്. അതുകൊണ്ട് ഏതൊക്കെ വിഷയങ്ങളായിരിക്കും ഈ 14 പോയിന്റിൽ വരിക എന്ന കാര്യം പിന്നെ നിലവിൽ അത് സംബന്ധിച്ച ഒരു പരിമിതി എല്ലാവർക്കും ഉണ്ട്. പക്ഷെ എങ്കിലും
ഇത്രയും ചർച്ചകൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നതോടുകൂടി തന്നെ ഈ സംഘർഷത്തിൽ വലിയ അയവ് വരും. അത്തരമൊരു സാഹചര്യത്തിൽ ആണവ വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാമെന്നാണ് പിന്നെ ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുമാത്രമല്ല, അമേരിക്കൻ നേതൃത്വം ഇന്നും വ്യക്തമാക്കുന്നത് ഈ രണ്ട് കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ തങ്ങൾ ഒരുക്കമല്ല. യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായിട്ട് നിർത്തിവെക്കണം. അതോടൊപ്പം തന്നെ സമ്പുഷ്ടീകരിച്ച 450 കിലോഗ്രാം വരുന്ന യുറേനിയം പൂർണ്ണമായിട്ടും തങ്ങൾക്ക് കൈമാറണം എന്ന ആ നിലപാടിൽ മാറ്റമില്ല എന്നാണ് US സ്റ്റേറ്റ് വകുപ്പിന്റെ ഉദ്യോഗസ്ഥരൊക്കെയും അമേരിക്കൻ മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണത്തിൽ വ്യക്തമാക്കുന്നത്. പക്ഷേ ചുരുങ്ങിയ ഒരു കാലത്തേക്ക് ഇപ്പോൾ യുറേനിയം സമ്പുഷ്ടീകരണം ഒരു 10 വർഷം അല്ലെങ്കിൽ 15 വർഷം വരെ നിർത്തിവെക്കാൻ ഇറാൻ നേരത്തെ തന്നെ സന്നദ്ധത അറിയിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഒരു നിലയ്ക്കും അമേരിക്കയ്ക്ക് കൈമാറില്ല എന്ന കാര്യത്തിൽ ഇറാൻ ഉറച്ചു നിൽക്കുകയാണ്. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സങ്കീർണമായിട്ടുള്ള വിഷയങ്ങൾ ഇതാണ്. പക്ഷേ തുടക്കം എന്ന നിലയ്ക്ക് ഹോർമുസ് പ്രതിസന്ധി തീരുന്നതോടുകൂടി തന്നെ ഈ യുദ്ധത്തിനും അല്ലെങ്കിൽ സംഘർഷത്തിനും അയവ് വരും എന്നൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഇതിനെ ഏറ്റവും കൂടുതൽ തുരങ്കം വെക്കാൻ പോകുന്നത് ഇസ്രായേൽ തന്നെയാണ്. കാരണം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ സംഘർഷത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഒരു പിൻവാങ്ങണം എന്നൊരു നിലപാടിലാണ് ട്രംപ് എത്തിച്ചേർന്നിരിക്കുന്നത്. കാരണം അത്രമാത്രം വലിയ ആഭ്യന്തര പ്രതിസന്ധി ട്രംപ് നേരിടുന്നുണ്ട്. ഒക്ടോബറിൽ ഇടക്കാല തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. റിപ്പബ്ലിക്കൻ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം അവസാനിച്ചിട്ടില്ലെങ്കിൽ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാവുന്ന ഒരവസ്ഥയുണ്ട്. സഖ്യരാജ്യങ്ങളാവട്ടെ ആരും തന്നെ ഈ സംഘർഷം മുന്നോട്ട് പോകുന്നതിന് അനുകൂലമായിട്ടുള്ള തീരുമാനം എടുത്തിട്ടില്ല. പക്ഷേ ഇസ്രായേൽ നേതൃത്വം ഇപ്പോൾ പോലും ചെയ്യുന്നത് ലബനാനിൽ വെടിനിർത്തൽ നിലവിലുണ്ട്, ഗസയിൽ വെടിനിർത്തൽ നിലവിലുണ്ട്. ഇതൊക്കെ നിലനിൽക്കെ തന്നെയാണ് വ്യാപകമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തി നിരപരാധികളായിട്ടുള്ള ഒരുപാട് മനുഷ്യരെ പിന്നിട്ട ദിവസങ്ങളിലൊക്കെയും കൂട്ടക്കുടി നടത്തുന്ന ഒരവസ്ഥയിലേക്കാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു മുന്നോട്ട് പോകുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഹമാസിന് വേണ്ടി ചർച്ചകളിൽ പങ്കെടുക്കുന്ന അതിന്റെ മുതിർന്ന നേതാവ് ഖലീൽ ഹയ്യയുടെ പിന്നെ മകനെ വധിച്ചത് ഉൾപ്പെടെയുള്ള സംഭവ വികാസങ്ങൾ ഇന്നും ഇന്നലെയുമായിട്ട് ഉണ്ടായിരിക്കുന്നത്. കാരണം അസാം എന്ന പേരുള്ള ആ 4ാമത്തെ ഖലീൽ ഹയ്യയുടെ മകനെയാണ് ഇപ്പോൾ വധിച്ചിരിക്കുന്നത്. നേരത്തെ 3 പേരെയും ഖത്തറിലും അതോടൊപ്പം തന്നെ ഗസയിലും നടന്ന വിവിധ ആക്രമണങ്ങളിലാണ് 3 മക്കൾ കൊല്ലപ്പെട്ടത്. ഇന്നിപ്പോൾ 4ാമത്തെ ഒരു മകൻ കൂടി കൊല്ലപ്പെട്ടിരിക്കുന്നു. 7 മക്കളാണ് ഖലീൽ ഹയ്യക്കുള്ളത്. ഈ തിരിച്ചടി അല്ലെങ്കിൽ ഇത്തരം പിന്നെ ആളുകളെ വധിക്കുന്ന ഈ ഒരു നീക്കം സ്വാഭാവികമായിട്ടും വെടിനിർത്തൽ നീക്കങ്ങളെ അതോടൊപ്പം തന്നെ സമാധാന ചർച്ചകളെ തുരങ്കം വെക്കുമെന്ന് ഇസ്രായേലിന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഈ ഇറാനും അമേരിക്കയും തമ്മിൽ ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു രമ്യതയിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതിന് തുരങ്കം വെക്കാൻ ഇസ്രായേൽ എല്ലാ നീക്കങ്ങളും നടത്തും. അതിന് അമേരിക്കയെ പ്രതിരോധിക്കുമോ, അതല്ല ഇസ്രായേലിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി വീണ്ടും ഇറാനുമേൽ ആക്രമണം പുനരാരംഭിക്കുമോ എന്ന ചോദ്യമാണ് ഈ ഘട്ടത്തിലും ബാക്കിയുള്ളത്. സൈഫുദ്ദീൻ. യെസ്, എന്തായാലും നിലവിൽ ഹോർമുസ് കടലിടുക്കിൽ ഉള്ള ഉപരോധം നീക്കുക, നിലവിൽ ചരക്ക് നീക്കം സുഗമമാക്കുക, അങ്ങനെ ഈ ചരക്ക് നീക്കത്തിലുള്ള പ്രതിസന്ധി വേഗം മറികടക്കുക എന്നുള്ളതാണ് രണ്ട് രാജ്യങ്ങളുടെയും മുന്നിലുള്ള ഏറ്റവും പരമപ്രധാനമായ കൺസേൺ.